ഹലോ. അപ്പോൾ ആം ഹോളിൽ കൈക്കുഴി മാത്രമായിട്ട് കുഴിച്ച് കട്ട് ചെയ്യുന്നത് പല ആളുകൾക്കും ഡൗട്ടാണ്. ഫ്രണ്ട് കൈക്കുഴി മാത്രമായിട്ട്. അപ്പോൾ ഞാനവിടെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടി നോർമലായിട്ട് കൈക്കുഴി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കൈക്കുഴിയിൽ ഇവിടെ ചെയ്തിട്ടുള്ളത് കട്ട് ചെയ്തിട്ടില്ല, വരച്ചിട്ടാണ് വെച്ചിട്ടുള്ളൂ. അതിൽ നമ്മൾ സെൻറ്റർ പോയിൻ്റ് എടുക്കുക. കൈയുടെ സെൻറ്റർ പോയിൻ്റ് ഉണ്ട്. നമ്മൾ അളവെടുക്കുന്ന സമയത്ത് കൈക്കൊരു സെൻറ്റർ പോയിൻ്റ് ഉണ്ട്. നമ്മുടെ ആം ഹോളിൻ്റെ പകുതിയുടെ പകുതി ആ ഒരു പോയിന്റിൽ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ആ പോയിന്റിൻ്റെ സെൻറ്ററിലൂടെയാണ് കട്ട് ചെയ്ത് വരിക. ഇത് നേരെ അതിൻ്റെ താഴേക്കായിട്ട് 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഒരു ലൈന് നമ്മളിവിടെ തന്നെ വരുന്ന ഈ ഒരു ലൈന് ഈ 1/4 ഇഞ്ചിലും കൂടി ടച്ച് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ ഈ ഭാഗത്തു നിന്ന് ഒരല്പം പീസ് കട്ട് ചെയ്ത് മാറ്റുന്നതിനാണ് നമ്മൾ ഫ്രണ്ട് കൈയുടെ കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യുക എന്നുള്ളത് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം മാത്രമായിട്ട് ജസ്റ്റ് നമ്മളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ കാണിച്ചു കൊടുക്കുന്നതിൽ കൈനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ലൈവായിട്ടുള്ളത്. അതിൽ ഈ ഒരു കാര്യം കുറച്ചും കൂടി വ്യക്തമാവാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്തത് നോക്കാമല്ലോ എന്ന് കരുതിയിട്ട്. കുറച്ച് കൺഫ്യൂഷനുള്ള ഒരു ഏരിയ ആണല്ലോ. ഇതുപോലെ ഒരു ഭാഗം നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ ഫ്രണ്ട് ആം ഹോളും കുഴിച്ച് കട്ട് ചെയ്യുന്നതും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനത് പറയാം. ഇപ്പോൾ ആം ഹോളിന് വേണ്ടിയിട്ട് ഞാനൊരു പോർഷനിൽ നമ്മൾ ആം ഹോൾ കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു പോർഷനിൽ ഞാൻ അളവുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ആം ഹോൾ ലെങ്ത്താണ്. നമ്മളുടെ ചെസ്റ്റ് റൗണ്ടിനെ ലൂസ് കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്ത അളവ് തയ്യൽ തുമ്പും. ഇതിൽ നമ്മുടെ ആം ഹോൾ കർവ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അത് നമ്മൾ ടാപ്പ് വെച്ച് ആ ഒരളവ് ഇതിൽ മാർക്ക് ചെയ്തു. ആ ഒരളവ് ഇതിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ അളവിൽ നിന്ന് ഈ ഒരു കർവിൽ തട്ടിയിട്ട് നമ്മളിതിലേക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുത്തു. ഇതിൽ ഞാൻ ഈ തയ്യൽ തുമ്പിലേക്കാണ് വരയ്ക്കുന്നത്. ഡയറക്റ്റ് നമ്മളുടെ അളവിലേക്ക് വരയ്ക്കുന്നതാണ് ഏറ്റവും ബെറ്റർ, നമ്മളുടെ ചെസ്റ്റ് അളവിലേക്ക്. ഇത് ഞാൻ എടുത്ത ഈ തുണിയിൽ ഗ്യാപ്പില്ലാത്തത് കൊണ്ടാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രണ്ട് കൈക്കുഴി കട്ട് ചെയ്യാനായിട്ട് ഈ ഒരു കോർണറിൻ്റെ ഉള്ളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഭാഗത്ത് നിന്ന് കറക്റ്റ് നമ്മൾ 1/2 ഇഞ്ചിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഈ 1/2 ഇഞ്ച് കോർണറായിട്ട് പിന്നെ നമ്മൾ സങ്കല്പിച്ച് അവിടെ നിന്ന് 1 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ കർവ് ചെയ്തിട്ട് ഇങ്ങനെ വളച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ചെറിയ പീസ് ഇവിടുന്ന് കട്ടായിട്ട് പോകും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബാക്ക് ആം ഹോൾ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതൊരു ചുരിദാറല്ല, ഒരു പീസിൻ്റെ എൻഡിങ്ങിൽ കട്ടിങ് മാത്രം കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഭാഗവും നമ്മൾ ചെരുവൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗമാണ് കേട്ടോ അത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇനി നമ്മളത് ബാക്ക് ആം ഹോളാണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കുകയാണേ. ഇതുപോലെ നമ്മളിങ്ങനെ കർവ് ചെയ്ത് ഉള്ളിലേക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതൊരു മെത്തേഡാണ്. ഇനി വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്, നമ്മൾ ഈ ക്ലാസ്സിൽ പറയും. ഈ ഒരു വീഡിയോയിൽ അത് ആഡ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് വീഡിയോയിൽ ആ ഒരു മെത്തേഡ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഉപകാരപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, മനസ്സിലായ ആളുകൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കെ.